അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വ ആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ പഠിതാക്കളെ, ഇന്ന് നമ്മൾ പുതിയൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നബിദിനാഘോഷം. കേരളത്തിലെ സുന്നികളും അസുന്നികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു വിഷയമാണല്ലോ നബിദിനാഘോഷം എന്നുള്ളത്. ഇനിയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് അതിൻ്റെ വസ്തുതകളും അതിൻ്റെ ചരിത്ര സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ വളരെയേറെ ശ്രദ്ധയോടുകൂടെയും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നോട്ട് ചെയ്ത് എഴുതിയെടുത്ത് പഠിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഏതൊരു പ്രസ്ഥാനവും അവരുടെ നേതാവിൻ്റെ ജന്മദിനം ആഘോഷിക്കുക, കൊണ്ടാടുക എന്നുള്ളതും ആ നേതാവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളെല്ലാം സ്മരിക്കുക എന്നുള്ളതൊക്കെ സർവ്വസാധാരണമാണ്. നമ്മുടെ സമുദായത്തിൽ മാത്രമാണ് ഇതൊരു വിവാദ വിഷയമായി ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റെല്ലാ മതസ്ഥരും, രാഷ്ട്രീയ സാംസ്കാരിക എല്ലാ പ്രസ്ഥാനക്കാരെ നോക്കിയാലും അവരുടെ നേതാക്കളുമായി ബന്ധപ്പെട്ട പ്രത്യേക സന്ദർഭങ്ങളെയെല്ലാം സ്മരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു ന്യൂനപക്ഷം ആളുകൾ അവരുടെ സ്വന്തം മതത്തിൻ്റെ പ്രവാചകരുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്നും അതൊരു സ്മരിക്കപ്പെടുന്ന ദിവസമായി ആചരിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഈ അടുത്ത കാലത്തായി മുസ്ലിമീങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കപ്പെടേണ്ടതാണെന്നും അത് ലോകം മുഴുവൻ ആഘോഷിച്ചതുമൊക്കെ വലിയ ചരിത്രം എഴുതി വച്ചവർ തന്നെ പിൽക്കാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കൽ അത് തെറ്റാണെന്നും അത് പൈശാചികമാണെന്നും അനാചാരമാണെന്നും വരെ എഴുതുകയും പറയുകയും ചെയ്തൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരെ അതിന് പ്രേരിപ്പിച്ചതൊരിക്കലും പ്രമാണങ്ങളുടെ അഭാവമായിരുന്നില്ല. കഴിഞ്ഞ കാലത്തുള്ള മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം അതിനില്ലാഞ്ഞിട്ടുമല്ല. പിന്നെയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കടുത്ത വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഭാഗമായിട്ടുള്ളതാണ് എന്നാണ് നമുക്ക് അവരുടെ നിലപാടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. പ്രധാനപ്പെട്ടത് നമുക്ക് സൂചിപ്പിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അവർ പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്ന്. ഇതവർ പറയുക മാത്രമല്ല, എഴുതുകയും അവരുടെ മദ്രസകളിലുള്ള ചെറിയ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ എഴുതി പിടിപ്പിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യരാണെന്ന് രാവിലത്തെ ക്ലാസ്സിൽ തന്നെ ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ അവരെങ്ങനെയാണ് നബിദിനം ആഘോഷിക്കുക? പിന്നെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ എന്തിരിക്കുന്നു എന്നൊരു ചോദ്യം അവർ ക്ലാസ്സിൽ ഉന്നയിക്കില്ലേ? ആ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സാധാരണ മനുഷ്യരായിട്ട് അവർ സമൂഹത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, പ്രവാചകന്മാരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. എന്തിന്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ അവിടുന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അതിലുള്ള കുറ്റബോധം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നും അവർ എഴുതുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അവർ നബിദിന വിരോധികളായ ആളുകളുടെ പ്രചരണങ്ങളാണ് ഇതൊക്കെ. മറ്റൊന്നാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കൾ അവരുടെ ശരീരം മണ്ണിൽ കിടന്ന് ജീർണിക്കുമെന്നും അവരുടെ ശരീരം മണ്ണ് തിന്നുമെന്നും എഴുതുകയും പറയുകയും ചെയ്തവരും കൂടെയാണ് ഈ നബിദിന വിരോധികളായ ആളുകൾ. ഇങ്ങനെയുള്ള വാദങ്ങളെല്ലാം ഉള്ളതുകൊണ്ടായിരിക്കണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്നും അത് അനാചാരമാണ് എന്നും ഇവർ പറയുന്നത്. അതേ സമയത്ത് മാവേലിയുടെ പേരിലുള്ള ഓണാഘോഷം അത് നടത്താം. അതുമായി ബന്ധപ്പെട്ട്
ഓണസദ്യ കൊടുക്കുക, അത് നടത്താം എന്നൊക്കെ ഇവർ പറയുന്നുമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുക, മൗലീദ് പാരായണം നടത്തുക, ഇതൊക്കെ അത് അനാചാരമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നും മാവേലിയുടെ പേരിലുള്ള ഓണാഘോഷ പരിപാടികളും ഓണസദ്യ കഴിക്കലും എല്ലാം പറ്റും എന്നും പറയുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ആദ്യകാലത്ത് കേരള മുസ്ലിങ്ങൾ ഒന്നായിട്ട് കക്ഷിഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടത്തുകയും ചെയ്ത ധാരാളം സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരും എപ്പിസോഡുകളിൽ നമുക്കതൊക്കെ ചർച്ച ചെയ്യാം. സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ലോകത്തിൻ്റെ ഏത് കോണിൽ നടക്കുന്ന നബിദിനാഘോഷ പരിപാടികളും അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് നേരിട്ട് ലഭിക്കുകയാണ്. നബിദിനാഘോഷത്തിൻ്റെ തെളിവ് തിരയുന്നവർക്ക് പോലും നബിദിനാഘോഷത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം, പ്രമാണങ്ങൾ പഠിക്കാം, അതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളെല്ലാം വസ്തുതകളെല്ലാം നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.